ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം 4 മണി ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരിയൊന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം ചൂടാന് ശേഷം നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കാം. വെള്ളം തിളക്കണ്ട, തിളക്കാനാകുന്ന ആ ഒരു സമയത്തായിരിക്കണം നമ്മളിതിലേക്ക് അരിയിട്ട് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ ഇതുപോലെ ചെറിയൊരു ബബിൾസായിട്ട് വരുന്നില്ല, ഒരു കുത്തു പോലാണെന്നില്ല നിങ്ങൾ. അപ്പോൾ ഈ സമയത്തായിരിക്കണം നമ്മളിതിലേക്ക് അരിയിട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരി തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ നല്ലോണം കിട്ടും ഈ ഒരു സ്നാക്ക്. അതിന് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. അതിൽ കൂടുതൽ കുതിർക്കണ്ട, 2 മണിക്കൂർ മതി. നമ്മൾ നെയ്പ്പത്തിന് കലമുക്കായ്ക്കെല്ലാം കുതിർത്ത് വെക്കുന്നില്ല, അതുപോലെ 2 മണിക്കൂറിന് ശേഷം ഞാനിത് അരി നല്ലോണം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്, അതായത് വലിയ ജീരകം. അതൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ഗ്രാമ്പും 2 ഏലക്കായും. ഇത് ഇത്രയും മതി, കൂടുതൽ വേണ്ട. പിന്നെ വേണ്ടത് ഒരു ഉള്ളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. കൂടുതൽ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നെയ്പ്പത്തിനും കടമക്കായ്ക്കെല്ലാം അരക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുറച്ച് തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തത്. നമ്മൾ കലമുക്കായ്ക്കൽ എങ്ങനെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ അരി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ റൊട്ടിക്കെല്ലാം എടുക്കുന്ന പൊടിയില്ല, ആ ഒരു അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരിയുടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ നെയ് കവറോ ഏതെങ്കിലും ഒരു കവർ മതി. നമ്മൾ റൊട്ടിപ്പൊടിയെല്ലാം വാങ്ങുന്നതിൻ്റെ എന്തെങ്കിലും കവർ ഉണ്ടാവില്ലേ, അതിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഞാൻ അരി പരത്തിയതിന് ശേഷം ഈ ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിന് ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവി കയറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചധികം തന്നെ മാവ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് തടിങ്ങനൊന്ന് പരത്തിയെടുക്കാൻ നോക്കാം. നമുക്ക് ഈ നെയ്ക്കടലാസിലൊന്ന് ലേശം നെയ്യ് തടയി കൊടുക്കാം. എന്നിട്ട് മാവ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ പരത്തി കൊടുക്കാം. ഇനി പരത്തിയ അരിൻ്റെ മേലെ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അരിപ്പച്ചമ്പിലിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ടേനു, അപ്പോൾ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള മാവ് ഇതുപോലെ പരത്തിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാഴച്ചപ്പുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ പിന്നെ നെയ്ക്കടലാസിൻ്റെയും ഫോയിൽ പേപ്പറിനൊന്നും ആവശ്യം വരില്ലല്ലോ. നേരിട്ട് വാഴച്ചപ്പിൽ പരത്തിയിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒറോട്ടിയുടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളൂ കേട്ടോ, കുറേ നേരമൊന്നും അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് ചൂടാറിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അരികളിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് സ്ക്വയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ റൊട്ടി പൊരിക്കുന്നത് അതനുസരിച്ചിട്ട് മുളക് പൊടിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ലേശം വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ഈ കലമുക്കായിൽ പൊരിച്ചെടുക്കുന്നില്ല, അതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ലേശം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മുളകിൽ ഞാൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാൻ നോക്കാം. എന്നിട്ട് നമ്മൾ കൽമുക്കായെല്ലാം മുക്കിയിട്ട് പൊരിക്കുന്ന പോലെ തന്നെ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ കൽമുക്കായെല്ലാം പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കാം. പൊരിക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാലും പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കലമുക്കായ്ക്ക് കുറച്ച് മുളകോട് കൂടിയിട്ടല്ല പൊരിച്ചെടുക്കുന്നത്, അതുപോലെ പൊരിച്ചെടുക്കാൻ നോക്കാം.
അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കല്ലുമ്മക്കായ് വെച്ച് എങ്ങനെ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് കിട്ടുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ് വരച്ച് തിന്നാൽ പൂതി വെക്കുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കല്ലുമ്മക്കായ് വരച്ച് എങ്ങനെ തിന്നുന്നത് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്നാക്കിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.